ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് പതിവെല്ലാം തെറ്റിച്ച് ചേച്ചിമാർക്ക് മുൻപ് തന്നെ ഞങ്ങൾ കുഞ്ഞിപ്പാറ് എണീറ്റിട്ടുണ്ട് കേട്ടോ. വാശിയൊന്നുമില്ല, പക്ഷെ ആൾക്ക് ഉറക്കം മതിയായി. അപ്പോൾ അനിയത്തി എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അടുക്കളയ്ക്ക് കൊടുന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങ് കൊടുന്ന് തന്നു. അപ്പോൾ അപ്പേനെ ബേബി എപ്പോഴെങ്കിലും കാണത്തുള്ളൂ. അപ്പോൾ അപ്പയും ബേബിയും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക രാവിലെ തന്നെ. അപ്പം ഞങ്ങൾ മോട്ടിച്ചേട്ടൻ കൂട്ടിൽ കയറാനായിട്ട് വന്നു. അപ്പോൾ അതിനിടയ്ക്ക് അനിയത്തി നേരത്തെ എണീറ്റതായതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് കുറച്ച് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ബേബിയുടെ ചേച്ചി എണീറ്റു. ഇന്ന് നല്ല വാശിയായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അപ്പൂസനും എണീറ്റു. അപ്പൂസനും ഇന്ന് വലിയ സുഖമൊന്നുമില്ല. അപ്പം ഇന്ന് രണ്ടുപേരും മൂഡൗട്ടുള്ള ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഹാളിലേക്ക് പോകുന്ന അവിടെ ടി വി ഒക്കെ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് രണ്ട് ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വാമിയോടും അപ്പൂനോടും പുതിയ സിനിമകൾ കാണാമെന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ദോശ കഴിക്കാനായിട്ട് വന്നിരുന്നു. ദോശയും കടലക്കറിയായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ ഞാനും ബേബിയും വെയിലൊക്കെ കൊണ്ടു. പക്ഷേ ഇന്ന് ചേച്ചിമാരൊന്നും ഉണ്ടാവില്ല. ചേച്ചിമാർ രണ്ടുപേരും തേൻ കുടിക്കുന്ന വണ്ടുകളായിരുന്നു. തേൻ കുടിക്കുന്ന വണ്ടുകൾ. ഇന്ന് രാവിലെ ഭയങ്കര ടയർഡായിരുന്നു. അപ്പം ഞാനും ബേബിയും അപ്പം കൂടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ പോയിട്ടോ. കാരണം ഇന്ന് കുറേ പണികളുണ്ടായിരുന്നു. രാവിലെ പിള്ളേരൊക്കെ നേരത്തെ എണീറ്റുകൊണ്ട് ഒന്നും ഒരുങ്ങിയിട്ടുണ്ടായില്ല. ഇനി ഒരു സീൻ കാണിച്ചു തരാം. അമ്മുവിനെ രാവിലെ രണ്ടുപേരും കൂടെ പോയിട്ട് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മു വടിയൊക്കെ എടുത്ത് രണ്ടാളും കൂടെ പേടിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രണ്ടുപേരും രാവിലെ തന്നെ പുറത്തിറങ്ങിയ ദിവസമാണ് കേട്ടോ. വൈകിട്ടാണ്, ഞങ്ങൾ 4 മണി കഴിഞ്ഞിട്ടാണ് പിള്ളേരെ രണ്ടുപേരും പുറത്തിറക്കത്തുള്ളൂ. വൈകുന്നേരം വരെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും. എങ്കിലും കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിൽ അല്ലെങ്കിൽ മണ്ണിലിരുന്ന് കളിക്കും. അപ്പോൾ 2 നേരം കൂടെ കുളിപ്പിക്കാൻ ആർക്കും വയ്യാന്ന് വിചാരിച്ചിട്ട്, കാരണം കുഞ്ഞു ബേബിയുണ്ട്. പിന്നെ എനിക്കും അങ്ങനെ കൂടുതലായിട്ട് അങ്ങ് ഇവരെ കുളിപ്പിച്ച് എടുക്കാനൊന്നും അങ്ങനെ പറ്റില്ല. പക്ഷേ എങ്കിലും ചെയ്യും. പക്ഷേ എങ്കിൽ 2 നേരമൊക്കെ ആകുമ്പോൾ എനിക്കും ടയർഡാവും. അപ്പം ഞങ്ങൾ വൈകിട്ടാണ് ഇറക്കാറുള്ളത്. പക്ഷേ ചില സമയത്ത് ഇതുപോലെ പകൽ രാവിലെയൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് ആ ദിവസമായിരുന്നു. വൈഫൈ കണക്ട് ചെയ്യാനായിട്ടുള്ള ചേട്ടന്മാരെത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് കുരുമുളകിൻ്റെ മേലെ ഒരു ചാരം ഇട്ടുകൊണ്ടിരിക്കുക. നിറയെ പുളിറുമ്പായിരുന്നു. അപ്പം പിള്ളേരുടെ മേലെ ആവണ്ടെന്ന് വെച്ചിട്ട് അമ്മ അതിൻ്റെ ഇലയിലൊക്കെ ഫുള്ള് ചാറിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ നടന്ന് ക്ഷീണിച്ച് വന്നപ്പോഴേക്ക് ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മഞ്ഞക്കിളിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെന്ന്. അടുത്തത് ഫുഡടി പരിപാടിയാണ്. പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഈ പപ്പടം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ കൂവ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പപ്പടമാണ്. കൂടുതൽ സ്രാവ് വറുത്തതും കൂടെ വേണമായിരുന്നു, പക്ഷേ സ്രാവ് കഴിഞ്ഞായിരുന്നു. ഇത് ആക്ച്വലി തിരുവാതിരയ്ക്ക് ഉണ്ടാക്കേണ്ടതായിരുന്നു. അപ്പോൾ അനിയത്തി ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവൾ വരുമ്പോഴേക്കും ഇതിൻ്റെ ഐറ്റംസൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുഴുക്കിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇത്ര ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇന്നായിരുന്നു തിരുവാതിരയുടെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. അപ്പോൾ അമ്മ ഇലയൊക്കെ മുറിച്ചിട്ട് തിരുവാതിരയ്ക്ക് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇലയൊക്കെ മുറിക്കാനായിട്ട് പോയിരിക്കുക. ഇതാണ് കേട്ടോ കൂവപ്പായസം. നമ്മളിവിടെയൊക്കെ തിരുവാതിരയ്ക്ക് ഈ കൂവപ്പായസം എന്ന് പറയുന്നൊരു മെയിൻ ഐറ്റമാണ് തിരുവാതിരയ്ക്ക്. അപ്പം ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് കൂവപ്പായസവും പുഴുക്കും പപ്പടം ഒക്കെ ഇട്ട് കഴിക്കുകയാണ്. അപ്പൂസൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കൂവപ്പായസം കഴിക്കുന്നത്. അപ്പോൾ തിരുവാതിരയ്ക്ക് പ്രാവശ്യം അപ്പൂസൻ കഴിച്ചിരുന്നു. വാമി ഒക്കെ ഇട്ടിങ്ങനെ പപ്പടമൊക്കെ ഇട്ട് കുഴച്ചു എന്നല്ലാതെ വാമിയൊന്നും കഴിച്ചില്ല. പക്ഷെ അപ്പൂസൻ ഇന്ന് 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്തോ കഴിച്ചിട്ടുണ്ടെന്ന്. കൂവപ്പായസവും പപ്പടമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ആൾ അടിച്ചു പൊളിച്ച് കഴിച്ചിട്ടുണ്ട്.
മതി 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 മാമി കൈ മാറി മാമി 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 ഒരു കാര്യമുണ്ട് പപ്പടം ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ടി വി കാണുന്ന തിരക്കിലേക്കായിട്ട് മാറി. കാരണം വൈഫൈ ഒക്കെ കിട്ടിയല്ലോ, അപ്പം നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ റൈഫ് ക്ലബ്ബൊക്കെ കണ്ട് ബെഡൊക്കെ ഞങ്ങൾ അവിടെ തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ പിള്ളേർ അവിടെ തന്നെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങിയത്. അപ്പം ഉറക്കൊക്കെ കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ രണ്ടാളും വീണ്ടും ഇറങ്ങി. രണ്ടാൾക്കും തെച്ചിപ്പൂ വേണമെന്നും പറഞ്ഞിട്ട് വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് തെച്ചിപ്പൂ കൊണ്ടുവന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ തെച്ചിപ്പൂവും താഴത്തെ വീട്ടിലൊരു കായുണ്ട്, അപ്പോൾ അതും പറിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടാളും അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾ കുറേ ദിവസമായി മുറ്റമൊക്കെ അടിച്ചുമായിട്ട് പുറത്തൊന്നും അടിച്ചു വരാൻ ടൈമേ കിട്ടാറില്ല. ചില സമയത്ത് ടൈം കിട്ടെങ്കിലും വയ്യാത്തതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ചട്ടികളൊക്കെ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ നിറയെ കളിപ്പാട്ടങ്ങളാണ്. എന്ത് കിട്ടിയാലും രണ്ടുപേരും കൂടെ പുറത്തേക്ക് കൊണ്ടുപോയി കളിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ ആകെ അവിടെ അലങ്കോലമായി കിടക്കേണ്ട നിറയെ ഇലകളുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. ഇന്ന് പുറത്ത് വൃത്തിയാക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയായി. ഇത് കണ്ടോ, ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പയറിൻ്റെ വിത്ത്. അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് വീട്ടിലേക്കുള്ള വഴി കേട്ടോ. ആൻഡ് വീട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ വീട്. മുറ്റമടിക്കൽ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ബാക്കിയും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് ചെയ്യും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, കുറച്ച് ചെയ്യും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അങ്ങനെയായിരുന്നു. മുഴുവനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ടയർഡാവും നമ്മൾ. അപ്പോൾ അമ്മ മുളച്ച് പയറിൻ്റെ ആ സൈഡിലൂടെയൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അമ്മയുടെ ചെടിയുടെ കളക്ഷനിൽ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രൈഡൽ ബുക്ക് നന്നായി പോയിട്ടുണ്ട് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് തക്കാളി തൈയും കൂടി ഉണ്ടായിരുന്നു നടാനായിട്ട്. എപ്പോഴും മറക്കും. അപ്പം ഞങ്ങൾ ഇന്ന് ഓർമ്മിപ്പിച്ച് തക്കാളി തൈയും കൂടെ നടുന്നുണ്ട് അതിനിടയ്ക്ക്. പിന്നെന്താ കൂട്ടാലോ? ഹലോ. സമയം സന്ധ്യയായിട്ടുണ്ട് കേട്ടോ. അതെ, അമ്മൂട്ടിൻ്റെ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുവാണ്. ഇത് നമ്മളെ തറവാട്ടിലെ അമ്പലമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരെയും കുളിപ്പിച്ച് കയറ്റി രണ്ടുപേരും സോഫയിൽ ടി വിയും കണ്ടിരിക്കുവാണ്. പിന്നെ അടുത്തത് എൻ്റെ ഡെയിലി റൂട്ടീനാണ്. വൈകിട്ട് ഭയങ്കര മരുന്ന് കഴിക്കുക. കാരണം കാലിൽ നല്ല നീരുള്ളതുകൊണ്ട് നീര് കുറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നും കഴിക്കാറ്. പക്ഷെ കുറവൊന്നുമില്ല, എങ്കിലും കുറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നും കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.